അപ്പൊ തുടങ്ങാല്ലേ? പിന്നെ ഒരു വർത്താനുണ്ട്. എന്താന്ന് വെച്ചാ പറ. ഒരു 500 പേർക്കുള്ള സദ്യ ഒരുക്കണം. നിന്റെ ഉമ്മാന്റെ നിക്കായിന തമാശ അല്ല, ഇത് സീരിയസ്. ആരാണ് ഇവിടെ വലിയ ഗസ്റ്റ്? അവരോട് പോവാൻ പറ. ഇതൊക്കെ കാണാനും കേൾക്കാനും മേളിൽ ഒരാളുണ്ടേ. എന്തൊരു ഡിസിപ്ലിൻ. എന്താണ് തുടർ നീക്കങ്ങൾ? എങ്ങനെയാണ് സ്വപ്നല്ല വാസുട്ടാ, സത്യമാ സത്യം. സംശയമാണെങ്കിൽ വാസുട്ടം നോക്കിയേ. മീറ്റു എന്ന് പറയുന്നത് നല്ല ക്യാമ്പയിനാണ്. അത് സിനിമാ നടികൾക്ക് മാത്രമല്ല, കേരളത്തിലെ എല്ലാ പെൺകുട്ടികൾക്കും നല്ലതാണ്. എനിക്കെതിരെ ഒരാൾ ഒരു ഉപദ്രവം ചെയ്താൽ ഞാൻ അയാളുടെ പേര് വെളിപ്പെടുത്തുന്ന ഒരു പെൺകുട്ടി തീരുമാനിക്കുന്നത് നല്ല കാര്യമാണ്. 20 കൊല്ലം കാത്തിരിക്കണമെന്നില്ല, അപ്പ അടിക്കണം. കാരണം എല്ലാ പെൺകുട്ടികളോടൊപ്പം കേരള ജനത മുഴുവൻ ഉണ്ടാവും. ആക്രമിക്കപ്പെടുന്ന ആ സെക്കൻഡിൽ പ്രതികരിക്കാൻ ശ്രമിക്കുന്നതാണ് എന്റെ അല്ല, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ശബ്ദം കനിപ്പിച്ച് എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. സുഖം. പ്രതികരിക്കാൻ തയ്യാറായില്ല, ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല മാധ്യമങ്ങളോ. ലൈഫ് ഈസ് പ്ലാൻഡ്, എൻജോയ് എന്നാണ്. ഒരക്ഷരം പോലും മിണ്ടാൻ സിദ്ദിഖോ സിദ്ദിഖിന്റെ മകൻ ഷഹീനോ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. സാറേ, ഇപ്പൊ ഒന്നും കാണാൻ വയ്യാത്ത അവസ്ഥ. വിട്ടാരെ ജാമ്യാപേക്ഷ തള്ളിയതിന് പിന്നാലെ അദ്ദേഹം ഒളിവിലെ. പേടിപ്പിക്കില്ലേ സാറേ? 2 പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ കയറിയാ തീർന്നു ആ പേടി. കോടതി ഹാജരാക്കി എന്നെ വേഗം വിടാൻ നോക്ക്, എനിക്ക് പോയിട്ട് കാര്യമുണ്ട്. ഒളിവിന് ശേഷം ആദ്യമായാണ് ഇപ്പോൾ സിദ്ദിഖ് പുറത്തേക്ക് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ചിരിച്ചുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഓഫീസിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയത്. വേണ്ട, കളിയാക്കണ്ട. ഐബ്രോസിന്റെ പഴയ സ്വഭാവം എടുപ്പിക്കല്ലേ? ചീത്ത ഐബ്രോസ് മഹാപശ എന്ത് എന്നുള്ള കാര്യത്തിൽ സിദ്ദിഖിന് ഇപ്പോഴും ഒരു മറുപടി ഇല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വെട്ടിയാൻ നോർക്കും. സെൻട്രൽ ജയിലേ എനിക്കൊക്കെ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളതാ.